പ്രിയ കൂട്ടുകാരെ, ഏവർക്കും ലിറ്റിൽ ഐവീസ് വേൾഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മാസം ഐവിക്കുട്ടൻ്റെ ജന്മദിനമായിരുന്നു. അവന് വാങ്ങിക്കൊടുത്ത കുഞ്ഞു സമ്മാനപ്പൊതി തുറന്നു നോക്കുവാനുള്ള ആവേശവും ഉത്സാഹവുമൊക്കെ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ ഇട്ടിരുന്നു. കുറച്ച് ബേദിങ് ടോയ്സാണ് സമ്മാനമായി കൊടുത്തത്. അത് ഓരോന്നും തുറന്നു നോക്കി ഏവരെയും കാണിച്ച് സന്തോഷവും പങ്കിട്ടിരുന്നു. വീഡിയോ ഇടുവാൻ ഒരിത്തിരി താമസം വന്നു, കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അതേ കൂട്ടുകാരെ, ഓരോ ജന്മദിനവും നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സമ്മാനമാണ്. ജീവിതത്തിലെ പുതിയ ഏടുകൾ തുറക്കുമ്പോൾ കുത്തഴിഞ്ഞു പോയ പുസ്തകത്താളുകളായി കാറ്റിൽ പാറി നടക്കുന്ന കടലാസ് കഷ്ണങ്ങളാകാതെ മറ്റുള്ളവർക്ക് നന്മയുടെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും തൂവൽ സ്പർശങ്ങളായി മാറണം നമ്മുടെ ജീവിതം. ഞാറുകൾ കാറ്റിലാടുമ്പോൾ മനോഹാരിത ദൃശ്യമാകുന്നത് പോലെ മഴവില്ലിൻ്റെ വളവിലൂടെ സപ്തവർണ്ണങ്ങൾ ദൃശ്യമാകുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങളും വർണ്ണാഭവും മനോഹാരിത നിറഞ്ഞതുമാകണം. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന പ്രതിസന്ധികളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഇടയിൽ പകച്ചു നിൽക്കാതെ ഈ സമയവും കഴിഞ്ഞു പോകും, നല്ലൊരു നാളെ നമുക്കും വരും എന്ന ചിന്തയോടെ മുന്നോട്ട് പോകുക. എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കാതെ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരുടെ നന്മയും ഉയർച്ചയും ലക്ഷ്യം വയ്ക്കണം. അപ്പോൾ നമ്മുടെ ജീവിതങ്ങളും വിജയപഥത്തിലെത്തും. ഇപ്പോൾ ജീവിതത്തിൻ്റെ അന്തസ്സത്ത മനസ്സിലാക്കാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ സ്വന്തം മക്കളെ പല രീതിയിലും പിച്ചു ചീന്തുന്ന, അഥവാ ഈ ലോകത്തിൽ ജീവിക്കുവാൻ അനുവദിക്കാതെ അവരുടെ ജീവിതം മുട്ടിടുമ്പോഴേ തല്ലിക്കൊഴിക്കുന്ന അമ്മമാരുണ്ട്. സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി മക്കളെ ത്യജിക്കുന്ന മാതാപിതാക്കന്മാർ. ഒന്നും അറിയാത്ത നിഷ്കളങ്ക ബാല്യങ്ങളെ തച്ചുടയ്ക്കാതെ അവരും ഈ ലോകത്തിലേക്ക് പിച്ചവയ്ക്കട്ടെ. നാളെയുടെ വാഗ്ദാനങ്ങളായി അവർ മാറട്ടെ. ഓരോ ഇരുളും പുത്തൻ പ്രഭാതത്തിലേക്കാണ് കണ്ണു തുറക്കുന്നത്. ഓരോ ദിവസവും അസ്തമിക്കുന്ന സൂര്യൻ അതീവ തേജസ്സോടെ ഉദിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളും പ്രതീക്ഷാ നിർഭരങ്ങളാകട്ടെ. സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം ഏവർക്കും ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഐവിക്കുട്ടന് ജന്മദിനത്തിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നേരുകയും ചെയ്യുന്നു. ൊന്നുമല്ല എൻ്റെ വീണ്ടെടുപ്പിൻ കാരണം, കൃപയാലാണെൻ ജീവിതം. അതെന്നാനന്ദമതിമധുരം. ബലഹീനതയിൽ തികയും ദൈവശക്തി എന്നാശ്രയമേ. ബലഹീനതയിൽ ദിനവും യേശുവേ ഞാൻ പ്രശംസിച്ചിരുന്നു.